പിന്നെ പ്രിയദർശന്റെ മൂവിയില് മിക്കവാറും പ്രിയദർശൻ ഈ മലയാളി അല്ലാത്ത ആക്ടേഴ്സ് ആയിരിക്കും. അപ്പോ എളുപ്പം എടുക്കാൻ വേണ്ടി അവരോട് പറയുന്നത് നിങ്ങൾ 1 2 3 4 5 6 7 പറഞ്ഞാൽ മതി, നമ്മളത് ഡബ് ചെയ്തോളാം. കൈ മാത്രം ആക്ഷൻ കാണിച്ചാൽ കൈയാണ് മറ്റ് മൂവ്മെന്റ്സ് കൊടുക്ക് ഡബിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് അതാണ് എനിക്ക് ആ ഒരു അത്ഭുതം ഉണ്ടായിരുന്നത്. ഈവൻ നമുക്കിപ്പോൾ മലയാളം അറിയില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻസ്, കാരണം സാക്ഷിയുടെ പല മൂവിയിലും വളരെ ഒരു നാച്ചുറൽ ഇത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആഫ്റ്റർ ഞാൻ എല്ലാ മൂവിയും ആദ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ട്രസ് അല്ലായിരുന്നു. ബട്ട് ഐ നോ എല്ലാ മൂവീസും ഇവിടെ ഹിറ്റ് ആയിരുന്നു, നന്നായിട്ട് ഓടിയിട്ടുള്ള മൂവിയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുമായിരുന്നു എവിടെ പോയി പെട്ടെന്ന് ജസ്റ്റ് വാനിഷ് ഫ്രം ദ ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ഒരു ടോക്ക്. എൻ്റെ വീട്ടിൽ മമ്മിക്കും എൻ്റെ സിസ്റ്ററിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. പക്ഷെ അത് സാക്ഷിനെ കണ്ടതിന് ശേഷം ഞാൻ ഈ മൂവിയെല്ലാം രണ്ടാമത് പിന്നെയും കാണുന്നുണ്ട്. കാരണം ഈ കോട്ടയം കുഞ്ഞച്ചൻ ചിത്രമൊക്കെ എപ്പോഴും ടി വിയിലുണ്ട്. പക്ഷെ അപ്പോൾ സുമിത്ര വിളിക്കൊന്നും നമ്മള് ഒരു പ്രാവശ്യം കൂടെ കാണാറില്ലല്ലോ. എല്ലാരും പറയും നിന്റെ ഫിലിം ഇന്നലെ ഉണ്ടായിരുന്നല്ലേ, കണ്ടോ? ഞാൻ മറ്റൊരു ഫണ്ണി ചോദ്യം ചോദിക്കട്ടെ. ഒരു പക്ഷേ അന്ന് രഞ്ജിനിയെ പരിചയപ്പെട്ടിട്ട്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ശാശയെ പരിചയപ്പെട്ടിട്ട് പ്രപ്പോസ് ചെയ്യാമെന്ന് തോന്നിയപ്പോ ഒരു പക്ഷെ അപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നെങ്കിൽ പ്രപ്പോസ് ചെയ്യുമായിരുന്നു? ഒരു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ച്വലി ഞാൻ പറയട്ടെ, അതിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്ടം വന്നത് ഞങ്ങൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ഞങ്ങൾ അങ്ങോട്ടും സംസാരിച്ച് ഞങ്ങളെപ്പറ്റി മനസ്സിലായതിനു ശേഷമാണ് വി ക്ലിക്ക്. ഇപ്പോൾ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ചാൻസ് പോലും കിട്ടില്ല, മേ ബി സംസാരിക്കാനോ അത് അങ്ങനെ ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത് വി ഗോട്ട് ഇനഫ് ടൈം. ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ത്രൂ ദ. എന്നാലും ഞാൻ വേറൊരു, അതായത് പൊതുവെ ഇൻഡസ്ട്രിയിലൊരു സ്വഭാവമുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ആക്ടിങ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളൊരു അല്ലേ ഒരു സ്വഭാവമുണ്ട്. ശരിക്കും എന്താണ് അങ്ങനെ ഇനി അഭിനയിക്കണ്ട എന്നുള്ള ഈ നിങ്ങൾ ആണുങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഓക്കെ, എന്റെ ഒപ്പീനിയൻ ഡിഫറെന്റ് ആണ്. പക്ഷെ ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു. എന്റെ ഒപ്പീനിയൻ ഡിഫറെന്റ്. ഞാൻ ഒരിക്കലും മൂവിയിൽ ആക്ട് ചെയ്യാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അല്ല, എന്തുകൊണ്ടായിരിക്കാം അത്? ചിലപ്പോൾ ഒരു റീസൺ ഉണ്ടാവാം. അതായത് റീസൺ എന്ന് പറഞ്ഞപ്പോ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് ആഫ്റ്റർ 1 year 2 year കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവുക, അവരുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴേക്കും ഉറപ്പായിട്ടും ഫ്രം ദ ഏർലി മോർണിംഗ് തൊട്ടുള്ള ഷൂട്ടിംഗ്, ലേറ്റ് നൈറ്റ് ഷൂട്ടിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കണം വേണ്ട എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഇപ്പോൾ വൈഫ് ഷുഡ് ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദ കിഡ് ആൻഡ് ഹൗസ്, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്സ് ഉണ്ട്. ആ കൺസെപ്റ്റ്സ് പല വീട്ടിലും ഇല്ല. പല വീട്ടിലും ഇപ്പോൾ ഹസ്ബൻഡ്സ് ആണ് ഇവിടെ ഇവൻ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നതും കുട്ടികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവർ പുറത്ത് അത് പറയില്ല, അത് കാണിക്കില്ല. ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്, കാരണം അത് അവർക്ക് മോശമാണ്. അപ്പൊ ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ നോർമലായി പുറത്തുള്ളവർ പറയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന പുള്ളിക്കാരനാണ്. അതുകൊണ്ടായിരിക്കും, അങ്ങനെ പറയാതിരിക്കാനായിരിക്കണം വേണ്ട എന്ന് ചിലപ്പോൾ തീരുമാനം എടുക്കുന്നത്. അല്ല, രഞ്ജിനിയെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി, ആക്ടിങ് എന്ന് പറയുന്നത് ഒരു പാഷൻ അല്ലായിരുന്നു അല്ലേ? ജസ്റ്റ് അപ്പൊ കുറച്ച് ഫിലിം ആക്ട് ചെയ്തു അങ്ങ് പോയി എന്നല്ലാതെ അതിനോടൊരു പാഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഓക്കെ. അതർവൈസ് ഒരു പാഷനേറ്റീവ് ഒരു പേഴ്സൺ ആയിരുന്നുവെങ്കിൽ ഹസ്ബൻഡ് ഇനി ആക്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു കുട്ടിയാണോ? ഓക്കെ, ആക്ച്വലി ഞാൻ പാഷൻ, ഐ കാൺ സേ ദാറ്റ് എനിക്ക് പാഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് എന്തെങ്കിലും ഒരു ജോബ് ചെയ്തൊക്കെ അത് പ്രൊഫഷണലിസം വേണം. സോ പാഷനറ്റ് മീൻസ് ഐ എം നോട്ട് 100% പാഷനറ്റ്, ബട്ട് ഐ വാണ്ട് ടു ഡു ഒരു ടാസ്ക് കൊടുത്താൽ അത് നന്നായിട്ട് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വാട്ട് ഐ ഡിഡ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ബിക്കോസ് when I was in ഇൻഡസ്ട്രിയിലെ എൻ്റെ ജീവിതം, സോ അതുകൊണ്ട് 100% I give 200% towards each movie. പക്ഷെ ഞാൻ ആക്ട് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നീ ആക്ട് ചെയ്യാൻ പാടില്ല മീൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മീ. ഓക്കെ, ചിലപ്പം ഐ ക്യാൻ ടേക്ക് എ ബ്രേക്ക്. ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട്? 4 years. 4 years ആയിട്ടേ ഉള്ളൂ. പക്ഷെ we know each other ഒരു 8 years ആയി. 8 years ആയിട്ടുള്ള
because we know each other. We know it, like friends. I mean, we know each other for a long time. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു മറ്റുള്ളവർക്ക് കൂടെ എന്താ അറിയാനായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ. നമ്മളെപ്പോഴും ഇങ്ങനെ ലൈഫ് ഫ്രഷ് ആയിട്ടിരിക്കാൻ എന്താ ചെയ്യുക ഹസ്ബൻഡും വൈഫും? ആക്ച്വലി അത് ഞാൻ ഒരു ചെറിയൊരു ഫുൾ ടൈം ബിസിനസ് എന്ന് പറയുമ്പോൾ അതും സ്ട്രെയിൻ അല്ലേ? ഞങ്ങൾക്ക് ഒരിക്കലും അയ്യോ, അങ്ങനെയല്ല. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ചപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പ്രോഗ്രാമിന്റെ തന്നെ ഒരു ഇത് സക്സസീവ് ലവ് സ്റ്റോറീസ് ലൈക്ക് അങ്ങനെയാണ് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാക്ഷി പറഞ്ഞു സക്സസീവ് ലവ് സ്റ്റോറി, അതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഈ കാരണം ഈ ലവ് സ്റ്റോറി ആക്ച്വലി സ്റ്റാർട്ടിങ് ഫ്രം ദ മാരേജ് ആണ്, ആഫ്റ്റർ ദ മാരേജ് ആണ് എന്റെ കൺസെപ്റ്റില്. നമ്മുടെ ഇവിടെ ഇപ്പൊ അറേഞ്ച് മാരേജ് ആണെങ്കിലും ആഫ്റ്റർ ദ മാരേജ് ആണ് ലവ് സ്റ്റോറി ഈസ് ആക്ച്വലി സ്റ്റാർട്ടിങ്. അപ്പോൾ മാരേജ് ഈസ് നോട്ട് ദ സക്സസ്. എൻ്റെ ഇതില് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ് ടു ഹൗ ലോങ് വി ലീവ് ടുഗദർ, അതാണ് സക്സസ് എൻ്റെ ഒരു ഇതില്. അതിന് എവറി ഡേ വി ബി ഫ്രഷ് ബിക്കോസ് വി ആർ ലവിങ് ഈച്ച് അതർ എവറി ഡേ. അതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ഫോർമുല. ഞാനൊരു കേസ് വായിച്ചിരുന്നു, ഐ തിങ്ക് ഇൻ കോട്ടയം സംവെയർ. പ്രായമുള്ള ഒരു കപ്പിൾ, അൺഫോർച്ചുനേറ്റ്ലി ലേഡി ഷി പാസ്ഡ് അവേ ഡ്യൂ ടു ഇൽനെസ്. അപ്പോ ആ സോറോ അല്ലേ ഭയങ്കര, ഇറ്റ് വാസ് വെരി സാഡ്. ആ ഹസ്ബൻഡ് ഐ തിങ്ക് ഇറ്റ് മസ്റ്റ് ബി അറൌണ്ട് 70 years old. അപ്പൊ പുള്ളിക്കാരൻ കോമിറ്റ് സൂസൈഡ് ചെയ്തു ബിക്കോസ് അവർക്ക് he can't think about living without her. So that is the success love story actually. അതാണ് ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന ഒരു ലവ് സ്റ്റോറി. കാരണം മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആൻ എഗ്രിമെന്റ്, ഒരു നമ്മൾ സൈൻ ചെയ്യാണ്, വി ഗോയിങ് ടു ബി ലീവ് ടുഗദർ. പിന്നീടാണ് നമ്മുടെ ശരിക്കുള്ള പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എത്ര നാൾ പോകുന്നോ അതാണ് സക്സസ് ഓഫ് എ ലവ് സ്റ്റോറി. അത് എനിക്കൊന്ന് ലൈഫിന് കുറച്ചുകൂടി ഒരു cheer-up ചെയ്യും അല്ലെ? നമുക്കൊരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഞാൻ കുറച്ച് നിന്റെ കാര്യത്തിൽ ഇപ്പോഴും വളരെ കെയർ എടുക്കുന്നുണ്ട് എന്നുള്ള ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു. നല്ലൊരു അല്ലെങ്കിൽ എന്താണെങ്കിൽ അല്ലെ ഒരു ട്രാവൽ ആവാം, വൺസ് ഇൻ എ ഇയർ ഒരു ട്രാവലൊക്കെ ഒരു ഫാമിലി ഒരുപാട് അല്ലെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. മക്കൾ ഞങ്ങൾക്ക് ആയിട്ടില്ല, പ്ലാനിങ്ങിലാണ്. കാരണം അത് സശ്യം ഇവിടെ വന്നിട്ട് ഒന്ന് ശരിക്കും ഒന്ന് സെറ്റിലായി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഇതുവരെ സെറ്റിൽ ആയില്ലേ? ഇപ്പൊ ആയി. ഓക്കെ, അപ്പോ വളരെ സന്തോഷം. ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടു, അതെ, പക്ഷെ നമ്മൾ കുറെ സംസാരിച്ചു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ കൂടി ഒരുപാട് സംസാരിച്ചു അല്ലേ? അതായത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഐ ഫീൽ ഭയങ്കര ഒരു അത്ഭുതം തോന്നി. കാരണം 22 years ബാക്കില് ആക്ട് ചെയ്തിരുന്ന മൂവിയില് സൗണ്ട് കൊടുത്തിരുന്ന മാം ഈ 22 yearsന് ശേഷം ഇവിടെ ഈ കൊച്ചിയില് തന്നെ അല്ല കൊച്ചി ഐ മീൻ ഇൻ കേരളയിലെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും. അത് പറഞ്ഞത് ലോകം വളരെ ചെറുതാണ്, വലുതല്ല. രഞ്ജിനി, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണുമ്പോ ചോട്ടയുമായിട്ട്